ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നില്ലെന്ന് കാണിച്ച് ഗവർണർക്കെതിരെ കേരളം നൽകിയ 2 ഹർജികളിൽ ഒരെണ്ണം പിൻവലിച്ചതിന് പിന്നിൽ സമവായമോ? സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കുന്നതിലെ കേസ് തീർപ്പാക്കിയാൽ സർവകലാശാല സ്ഥിരം വിസി നിയമനത്തിൽ സർക്കാരുമായി സഹകരിക്കാമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഗവർണർക്കെതിരായ ഹർജികൾ സർക്കാർ പിൻവലിക്കുന്നതിന്റെ സൂചനയാണോ ഒരു ഹർജി പിൻവലിച്ച നടപടിയെന്ന ചോദ്യമാണ് സജീവമാകുന്നത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കണമെന്ന ഹർജിയാണ് പിൻവലിച്ചത്. അതേസമയം ബില്ലുകളിൽ തീരുമാനം ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ചോദ്യം ചെയ്തുള്ള ഹർജി പിൻവലിച്ചിട്ടില്ല. ഗവർണറും സർക്കാരും തമ്മിലെ ഭിന്നതകളിൽ തീർപ്പുണ്ടാക്കുമെന്നാണ് സൂചന. എന്നാൽ വ്യക്തമായ ഫോർമുല ഇനിയും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമായി നടത്തിയ ചർച്ചയിലും കേസുകളുടെ കാര്യത്തിൽ ഗവർണർ നിലപാടറിയിച്ചിരുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ചത് പുനഃപരിശോധിക്കില്ലെന്നും പരാതിയുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തു. സർവകലാശാല വിഷയങ്ങളിൽ ചർച്ച മാത്രം പോരെന്നും നടപടി വേണമെന്നും നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ചതനുസരിച്ചാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടത്. സർവകലാശാലകളിൽ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള തർക്കം ഒഴിവാക്കി സർക്കാരുമായി സമവായത്തിൽ നീങ്ങാമെന്നാണ് ഗവർണർ സ്വീകരിച്ച നിലപാട്. എല്ലായിടത്തും സ്ഥിരം വിസിമാർ വേണമെന്നും അനുയോജ്യരായവരെ തെരഞ്ഞെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സെർച്ച് കമ്മിറ്റിയെ ചൊല്ലി പലയിടത്തും കേസാണല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ച ഗവർണർ സ്റ്റേ ഒഴിവാക്കി നിയമ തടസ്സം നീക്കിയാൽ സ്ഥിരം വിസി നിയമനത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് വ്യക്തമാക്കി. അതിനുശേഷം മന്ത്രിമാരുമായി വീണ്ടും ചർച്ച നടത്താമെന്നും അറിയിച്ചു. കൂടിയാലോചിച്ച ശേഷം നിലപാട് അറിയിക്കാമെന്നായിരുന്നു മന്ത്രിമാരുടെ മറുപടി. പുറത്തുപോയവർക്ക് വീണ്ടും നിയമനം നൽകാമെന്ന് തനിക്ക് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വിസി പുനർനിയമനമെന്ന് ഗവർണർ മറുപടി നൽകി. 2 നിയമനങ്ങളും താൽക്കാലികം മാത്രമായതിനാൽ അനാവശ്യ ചർച്ച ഒഴിവാക്കണം. സർവകലാശാല വിഷയങ്ങളിൽ ഇടവിട്ടുള്ള ചർച്ചകൾ മാത്രം പോരെന്നും നടപടികളാണ് വേണ്ടതെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു. തർക്ക വിഷയങ്ങളിൽ ഇരുവിഭാഗവും നിലപാടിൽ ഉറച്ചതോടെ 1 മണിക്കൂറോളം നീണ്ട ചർച്ച ധാരണയിലെത്താതെ അവസാനിച്ചു. അതേസമയം തുടർ ചർച്ചകൾക്കുള്ള സാധ്യത അടഞ്ഞിട്ടില്ല. സ്ഥിരം വിസി നിയമന കാര്യത്തിലാണ് ഗവർണറിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടായത്. ഇത് സംബന്ധിച്ച് അടുത്തയാഴ്ച വീണ്ടും ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന. ഡിജിറ്റൽ KTU സർവകലാശാലകളിൽ വിസി നിയമനത്തിന് കോടതി നിർദ്ദേശപ്രകാരം മന്ത്രിമാരെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി രാജ്ഭവന് കത്ത് നൽകിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ സമ്മതമില്ലാതെ താൽക്കാലിക വിസിമാരെ ഗവർണർ ഏകപക്ഷീയമായി നിയമിച്ചതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് വിമർശനവും പോരും തുടരുന്നതിനിടയിലായിരുന്നു ഞായറാഴ്ചയിലെ ചർച്ച.